എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഇന്ന് നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന ഡിഗ്രി തല പ്രിലിമിനറി പരീക്ഷയുടെ ഒരു മുന്നൊരുക്കം എന്നോണം മുൻ വർഷങ്ങളിൽ PSC ആവർത്തിച്ച നല്ല കുറച്ച് ചോദ്യങ്ങളാണ്. ഒട്ടുമിക്ക കുറേ ഉദ്യോഗാർത്ഥികൾ സംശയം ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു എപ്പിസോഡ് മാത്രമല്ല, ഒരു എപ്പിസോഡും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും, റിവിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ മാത്സിലെ ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, മെന്റൽ എബിലിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മെന്റൽ എബിലിറ്റി കൂടി ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടാലും മാത്രമല്ല നോട്ട് എഴുതി തയ്യാറാക്കി പഠിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നിങ്ങളുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന വീഡിയോ ക്ലാസ് ആയിരിക്കും. എല്ലാവരും കാണുക, ഹൃദയസ്ഥം മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങി 1 രൂപയ്ക്ക് എത്ര മിഠായി വീതം വിറ്റാൽ 50% ലാഭം നേടാം? നല്ല ചോദ്യമാണ്. 2011 ലാൻഡ് റവന്യൂ ഓഫീസർ ഡിഗ്രി തല പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങി 1 രൂപയ്ക്ക് എത്ര മിഠായി വീതം വിറ്റാൽ 50% ലാഭം നേടാം എന്നാണ് ചോദ്യം. നല്ല അടിപൊളി ചോദ്യം. പല ഉദ്യോഗാർത്ഥികളും ഈ ചോദ്യം എന്നോട് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഡിഗ്രി തല പരീക്ഷയ്ക്ക് പോകുന്നവർ കരുതിയിരിക്കുക, നല്ല ചോദ്യമാണ്. മിക്കപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഉത്തരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, 1 രൂപയ്ക്ക് 3 മിഠായിയാണ് ഒരാൾ വാങ്ങുന്നത്. ശേഷം 1 രൂപയ്ക്ക് എത്ര മിഠായി വീതം വിറ്റാൽ അയാൾക്ക് 50% ലാഭം നേടാനാകും എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് ചോദ്യം. എങ്കിൽ നമ്മളിത് ചെയ്യുന്ന മാർഗം, നമ്മൾ ഇതിന്റെ യഥാർത്ഥ ക്ലാസ്സുകളൊക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ അവിടെ പറഞ്ഞ അതേ മാർഗത്തിലൂടെ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങി. നമുക്കറിയാം, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട്, വാങ്ങുന്ന വില എവിടെ കണ്ടാലും, നമ്മുടെ സമവാക്യത്തിലൊന്നും അല്ല ചെയ്യുന്നത്, വാങ്ങുന്ന വില എവിടെ കണ്ടാലും 100% എന്ന് എടുത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാങ്ങുന്ന വില എവിടെ കണ്ടാലും 100% എന്നെടുക്കും. ശരിയാണോ? എങ്കിൽ 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങിയെങ്കിൽ 1 രൂപയ്ക്ക് 3 മിഠായി കിട്ടി. 1 രൂപയ്ക്ക് 3 മിഠായി കിട്ടുമ്പോൾ 1 മിഠായിയുടെ വാങ്ങിയ വില എത്രയായിരിക്കും? 1 മിഠായിയുടെ വാങ്ങിയ വില നമുക്കറിയാം. 1 മിഠായിയുടെ വാങ്ങിയ വില തീർച്ചയായിട്ടും അത് 1/3 ആയിരിക്കും. 1 മിഠായിയുടെ വാങ്ങിയ വില 1/3 ആയിരിക്കും. കാര്യം 1 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്നുവെങ്കിൽ 1 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്നുവെങ്കിൽ 1 മിഠായിയുടെ വില 1/3 ആയിരിക്കും. എങ്കിൽ നമുക്കറിയാം, 1 മിഠായി വാങ്ങിയത് 1/3 രൂപയ്ക്ക്, 1 മിഠായി വാങ്ങിയത് 3 രൂപയ്ക്ക്. നമുക്കറിയാം, വാങ്ങുന്ന വില എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുന്നത് 100% എന്നാണ്. വാങ്ങിയ വിലയെ നമ്മൾ എല്ലായ്പ്പോഴും കണക്കാക്കുന്നത് 100% എന്നാണ്. എങ്കിൽ 100% കൊടുത്താണ് അയാൾ ആ മിഠായി വാങ്ങിയത്. 100% എന്ന് പറഞ്ഞാൽ 3 100% എന്ന് പറഞ്ഞാൽ 3 100% 1/3. അയാൾക്ക് 50% ലാഭം കിട്ടണം. 50% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയായ 100 കിട്ടി, പിന്നെ 50 അധികവും കിട്ടുന്നു. എങ്കിൽ 100ഉം 50ഉം അയാൾക്ക് 150% ലഭിക്കണം. എങ്കിൽ 150% എത്ര എന്നാണ് ചോദ്യം. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ ശതമാനമാണ് ചോദ്യം. ഭിന്നസംഖ്യകളുടെ ശതമാനം. അതായത് 1/3 എന്നത് 100% ആണെങ്കിൽ 150% എത്ര എന്നാണ് ചോദ്യം. അതായത് നമ്മൾ പറഞ്ഞ കാര്യം വളരെ വേഗത്തിൽ ഒന്നുകൂടെ പറയുന്നു. അതായത് ഒരാൾ 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങി. 1 രൂപയ്ക്ക് 3 മിഠായി, 1 രൂപയ്ക്ക് 3 എണ്ണം കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിന്റെ വില 1/3. ഒരെണ്ണത്തിന്റെ വില 1/3. എങ്കിൽ ഒരെണ്ണം വാങ്ങുന്നത് 100%. ഒരെണ്ണം വാങ്ങുന്നത് 100%. 100% 1/3. 100% 1/3. എങ്കിൽ 50% ലാഭം നേടുക എന്ന് പറഞ്ഞാൽ വാങ്ങിയ 100%വും കിട്ടണം, അധികം 50ഉം കിട്ടണം. എങ്കിൽ 150% എത്രയാണെന്ന് നോക്കാം. ക്രോസ് ഗുണിക്കണം. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളത് ക്രോസ് ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ 150 × 1/3 ഡിവൈഡഡ് ബൈ 100 താഴെ. 3നകത്ത് 3 ഒരു തവണ, 150നകത്ത് 3 5 വട്ടം 50. 50/100 എന്ന് വരുന്നു. 50/100 50/100 50/100 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിന്റെ ഉത്തരം 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 150% നമുക്ക് കിട്ടി 1/2. 150% എന്നത് നമുക്ക് ഉത്തരം കിട്ടി 1/2 എന്ന് പറഞ്ഞാൽ ചോദ്യം ഇതാണ്. അയാൾ 1 രൂപയ്ക്ക് 3 മിഠായി വാങ്ങി.
ഒരു രൂപയ്ക്ക് എത്ര മിഠായി വീതം വിറ്റാൽ 50% ലാഭം നേടാൻ സാധിക്കും എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കി, ഒരു രൂപയ്ക്ക് 3 മിഠായി വാങ്ങുമ്പം ഒരു മിഠായി ഒരു രൂപയ്ക്ക് 3 മിഠായി എന്നാണ് ഇതിന്റെ അർത്ഥം. 1/3 എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് 3 മിഠായി, അതാണ് 100%. ഒരു രൂപയ്ക്ക് 3 മിഠായി വാങ്ങി, അതായത് എങ്കിൽ 50% ലാഭം നേടുമ്പം അയാൾ ഒരു മിഠായി വിൽക്കേണ്ട വില 1/2 എന്ന് പറഞ്ഞാൽ 50 പൈസയാണ്. അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് 2 എണ്ണം വിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് 1/3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു രൂപയ്ക്ക് 3, 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു രൂപയ്ക്ക് 2, ഒരു രൂപയ്ക്ക് 2 എങ്കിൽ ഒരു രൂപയ്ക്ക് 3 എണ്ണം വെച്ച് അയാൾ വാങ്ങി, 100% കൊടുത്ത് വാങ്ങി. എങ്കിൽ 150% കിട്ടണമെങ്കിൽ ഒരു രൂപയ്ക്ക് 2 എണ്ണം വെച്ച് വിൽക്കണം. ഒരു രൂപയ്ക്ക് 2 എണ്ണമേ വിൽക്കാൻ പാടുള്ളൂ. നമ്മുടെ ശരി ഉത്തരം 1/2 എന്നല്ല, 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഒരു രൂപയ്ക്ക് എത്ര മിഠായി വിൽക്കണമെന്നാ? എങ്കിൽ നമ്മുടെ ഉത്തരം 2. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 2 ആണ് ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി കാണും. ഇതേ മോഡലിലുള്ള ഡിഗ്രി തല പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ഒരു ചോദ്യം കൂടെ ചെയ്താലോ? നോക്ക്. ഒരു വ്യാപാരി ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റപ്പോൾ 4% നഷ്ടമുണ്ടായി. 8% ലാഭം നേടാൻ ഒരു രൂപയ്ക്ക് എത്ര ഓറഞ്ച് വിൽക്കണം? ഇത് ഫയർമാൻ 2017 ഫയർമാൻ ട്രെയിനിയുടെ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ മേഖലകളിലും ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. +2 ലെവൽ പരീക്ഷയ്ക്കും ഡിഗ്രി തല പരീക്ഷയ്ക്കും വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ചോദ്യങ്ങളാണ്. ഒരു വ്യാപാരി ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റു. ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റപ്പോൾ 4% നഷ്ടമുണ്ടായി. എങ്കിൽ അയാൾക്ക് 8% ലാഭം ഉണ്ടാകണമെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര ഓറഞ്ച് വിൽക്കണം? നല്ല ചോദ്യം. നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യാപാരി ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റു എന്നാണ് പറയുന്നത്, വാങ്ങിയെന്നല്ല. വിറ്റു എന്നാണ് പറയുന്നത്, വാങ്ങിയെന്നല്ല. ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റപ്പോൾ 4% നഷ്ടമുണ്ടായി. എങ്കിൽ 4% നഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാങ്ങുന്ന വില 100%. 100%-ലെ 4% നഷ്ടമുണ്ടായാൽ അത് കിട്ടത്തില്ല, ബാക്കി 96% കിട്ടും. ശരിയാണോ? എങ്കിൽ 8% ലാഭം നേടാൻ ഒരു രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ഒരു രൂപയ്ക്ക് 36 എണ്ണം വാങ്ങിയെങ്കിൽ, ഒരു രൂപയ്ക്ക് 36 എണ്ണം വാങ്ങിയെങ്കിൽ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില 1/36. ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില 36-ൽ 1. ഒരു ഓറഞ്ച് വാങ്ങിയ വില 36-ൽ 1. എങ്കിൽ വാങ്ങിയെന്നല്ല, അത് വിറ്റു എന്നാണ് പറയുന്നത്. 36 ഓറഞ്ച് ഒരു രൂപയ്ക്ക് വിറ്റു. അങ്ങനെ വിറ്റപ്പം 4% നഷ്ടമുണ്ടായി. വിറ്റപ്പം, അതായത് 36-ൽ 1 എന്നത് എത്ര ശതമാനമാണെന്നാ പറയുന്നത്? 4% നഷ്ടമുണ്ടായി. 4% നഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ 4% അയാൾക്ക് കിട്ടിയില്ല, ബാക്കി 96% കിട്ടി. എങ്കിൽ 96%-മാണ് 1/3. ഓക്കെ. എങ്കിൽ അയാൾക്ക് വേണ്ടത് 8% ലാഭം നേടണം. 8% അയാൾക്ക് ലാഭം കിട്ടണം. 8% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില 100 കിട്ടും, അധികം 8 കിട്ടും, മൊത്തം 108% കിട്ടണം. എങ്കിൽ 108% കിട്ടാൻ ഒരു രൂപയ്ക്ക് എത്ര എണ്ണം വെച്ച് വിൽക്കണം എന്നല്ലേ ചോദ്യം? എന്ന് തന്നെയാണ് ചോദ്യം. ഒരിക്കൽ കൂടി, 1/36 എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വാങ്ങി. ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വാങ്ങിയതല്ല, വിറ്റു. ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റു. വിറ്റപ്പോൾ 4% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ 96%-മാണ് 1/36. എങ്കിൽ 108% ഏത് ഭിന്നസംഖ്യ വരുമെന്ന് കണ്ടുപിടിക്കാം. ക്രോസ് ഗുണിക്കാം. 108 × 1/36 ഡിവൈഡഡ് ബൈ 96. നോക്കാം. 36-നകത്തിൽ 36 ഒരു തവണ, 108-ൽ 36 3 തവണ, 3/96 3/96 എന്ന് വരുന്നു. നമുക്കറിയാം 3/96 എന്ന് പറഞ്ഞാൽ 3-നകത്ത് 3 ഒരു വട്ടം, 9-നകത്തിൽ 3 തവണ, 6-നകത്ത് 2 തവണ, ഉത്തരം 1/32. അതായത് നമുക്ക് ലഭിക്കും 1/32 എന്ന് പറഞ്ഞാൽ 108% 1/32. 108% എന്ന് പറഞ്ഞാൽ 1/32. ക്ലിയർ? 108% 1/32. ഇനി ഇതിന്റെ അർത്ഥം, ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റപ്പോൾ 1/36 എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് 36 ഓറഞ്ച് വിറ്റപ്പോൾ 4% നഷ്ടമുണ്ടായി. എങ്കിൽ അയാൾക്ക് 8% ലാഭം നേടാൻ ഒരു രൂപയ്ക്ക് 32 ഓറഞ്ച് വെച്ച് വിറ്റാൽ മതി.
അയാൾ 1 രൂപയ്ക്ക് 36 ഓറഞ്ച് എല്ലാവർക്കും പറക്കി കൊടുത്ത്, 1 രൂപയ്ക്ക് 36 ഓറഞ്ച് പറക്കി കൊടുത്ത്. അതുകൊണ്ടാണ് അയാൾക്ക് 4% നഷ്ടം ഉണ്ടായത്. എങ്കിൽ അയാൾ 1 രൂപയ്ക്ക് 32 ഓറഞ്ച് വെച്ച് പറക്കി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് 8% ലാഭം ഉണ്ടായേനെ. പറഞ്ഞ മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. പറഞ്ഞ കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ ശരി ഉത്തരം 1/32 അല്ല, 32. ഓപ്ഷൻ സി 32 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയോ? മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം. ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 10% വില കുറച്ചാൽ ലാഭശതമാനം എത്ര? 2011 അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ച ചോദ്യമാണ്. ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 10% കുറച്ചാൽ, 10% വില കുറച്ചാൽ ലാഭശതമാനം എത്ര? നമ്മൾ ഇത് ചെയ്യുന്ന മാർഗം ശതമാനം എന്ന ടോപ്പിക്കിനകത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശതമാനം എന്ന ടോപ്പിക്കിനകത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എൻട്രി ആപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം, ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു സാധനത്തിന്റെ വില വേണം, കൃത്യമായിട്ടൊരു വില ഉണ്ടായിരിക്കണം. ആ വിലയിലാണ് 20% വർദ്ധിപ്പിക്കുന്നത്. സാധനത്തിന്റെ വില നമുക്കറിയത്തില്ല, ഇപ്പോൾ നിലവിൽ എത്രയാണെന്ന് അറിയത്തില്ല. ആ വിലയാണ് 20% കയറ്റിവെച്ചത്. ശരിയാണോ? എങ്കിൽ അറിയാത്ത വിലയെ, അറിയാത്ത സാധനത്തിന്റെ വിലയെ, അറിയാത്ത സംഖ്യയെ, അറിയാത്ത ആളുടെ ഒരു വരുമാനത്തിനെ, അറിയാത്ത വരുമാനത്തിനെ നമ്മൾ എല്ലായ്പ്പോഴും വിളിക്കുന്ന പേര് 100. 100%. നമ്മൾ എല്ലായ്പ്പോഴും അതിനെ കണക്കാക്കുന്നത് 100%. ഓക്കെ, 100%. അങ്ങനെ ഇരിക്കുകയാണ് ആ സാധനത്തിന്റെ വില അയാൾ 20% വർദ്ധിപ്പിക്കുന്നത്. എങ്കിൽ 20% വർദ്ധിപ്പിച്ചാൽ ആ സാധനത്തിന്റെ ഇപ്പോഴത്തെ വില 100ൽ 120. ഒരു 20% വർദ്ധിപ്പിച്ചാൽ പഴയ 100 കൊണ്ട് 20 വർദ്ധിപ്പിച്ചതും ചേർത്ത് 100ൽ 120. 100ൽ 120. അപ്പൊ അതാണ്ട് ഇങ്ങനെ ആ സാധനത്തിന്റെ വില ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് പെട്ടെന്ന് അയാൾ ഒരു 10% വില കുറയ്ക്കുന്നു. 10% വില കുറയ്ക്കുന്നു. നമുക്കറിയാം 10% വില കുറച്ചാൽ ഇപ്പോൾ പുതിയ വില 100ൽ 90. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് ഒരിക്കൽ കൂടെ പറയും. ആദ്യം ഒരു സാധനത്തിന്റെ വില നമുക്കറിയത്തില്ല, അതിനെ 100 എടുത്ത്. അങ്ങനെ ഇരിക്കെ സാധനത്തിന്റെ വിലയിൽ ഒരു 20% വർധന ഉണ്ടായി. എങ്കിൽ 100ൽ 120. ശേഷം സാധനത്തിന്റെ വില 10% കുറയ്ക്കുന്നു, 100ൽ 90. എങ്കിൽ സാധനത്തിന്റെ വില എത്ര ശതമാനം ചേഞ്ച് ചെയ്യപ്പെടും എന്നാണ് ചോദ്യം. നോക്കാം. 100ഉം 100ഉം വെട്ടിക്കളഞ്ഞു. ഈ മുട്ടയും ഈ മുട്ടയും വെട്ടിക്കളഞ്ഞു. ശേഷം ഈ മുട്ടയും വെട്ടിക്കളഞ്ഞു. നോക്കാം. 12 × 9. 12 × 9 നമുക്കറിയാം. 9 2 18, 8 ശിഷ്ടം 1, 9 1 10. 108 എന്ന് വരും. 108. അതായത് പഴയ സാധനത്തിന്റെ വില 100 ആയിരുന്നു. സാധനത്തിന്റെ പഴയ വില 100 ആയിരുന്നു. ആ സാധനത്തിന്റെ വില വർദ്ധിപ്പിച്ച് പിന്നെ കുറച്ച്, അങ്ങനെ എല്ലാ മാറ്റങ്ങൾക്ക് ശേഷം പുതിയ വില 108 ആയി. സാധനത്തിന് പഴയ വില 100 ആയിരുന്നു, അത് 108 ആയി. 100 ആയിരുന്നു, 108 ആയപ്പം എത്ര ശതമാനം ലാഭം, എത്ര ശതമാനം വർദ്ധിച്ച്? അത് തന്നെ വർദ്ധിച്ചത് 8 ആണ്. എങ്കിൽ നമ്മുടെ വർധനവിന്റെ ശതമാനം 8%. അതായത് വർദ്ധിച്ചത് കൊണ്ട് അയാൾക്ക് ലാഭം തന്നെയാണ്. എങ്കിൽ നമ്മുടെ ലാഭ ശതമാനം ഓപ്ഷൻ സി 8. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 8. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി കാണും. ശതമാനം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നല്ല ചോദ്യമാണ്. അപ്പം പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി വരുന്നുണ്ട് എന്ന് തന്നെ കരുതിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്. A:B = 3:4, B:C = 7:9, C:D = 5:7, D:E = 12:5 ആയാൽ A:E എത്ര? നല്ല ചോദ്യമാണ്. 2015 SI സബ് ഇൻസ്പെക്ടറിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം എങ്കിൽ A:E എത്ര എന്നാണ് ചോദ്യം. അതിൽ A:B തന്നിട്ടുണ്ട്, B:C തന്നിട്ടുണ്ട്, C:D തന്നിട്ടുണ്ട്, D:E തന്നിട്ടുണ്ട്. എങ്കിൽ A:E എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം. അതായത് A:B എന്ന് പറഞ്ഞാൽ 3:4. B:C തന്നിട്ടുണ്ട് 7:9. C:D തന്നിട്ടുണ്ട് 5:7. D:E തന്നിട്ടുണ്ട്
12:5 ആയാൽ എ അംശബന്ധം ഇ എത്ര? ആയാൽ എ അംശബന്ധം ഇ എത്ര എന്നാണ് ചോദ്യം. ഇത് കുറെ ആളുകൾ ചെയ്യുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ദാ എ ബി സി ഡി ഇ വരെ നിരത്തി എഴുതും. ദാ 3 4 7 9 5 7 എന്ന് പറഞ്ഞതാ ഇങ്ങനെയൊക്കെ വലിച്ചു വാരിയൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. നമ്മൾ ഇതാണ്ട് അങ്ങനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന പെട്ടെന്നുള്ള മാർഗം, PSC ഇതാ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് എന്തായാലും ഒരു എളുപ്പമാർഗം ഉണ്ടെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും എളുപ്പമാർഗമുണ്ട്. നമുക്ക് വേണ്ടത് എ അംശബന്ധം ഇ ആണ്. അതായത് ഏറ്റവും ആദ്യത്തെ സംഖ്യയും ഏറ്റവും അവസാനത്തെ സംഖ്യയും തമ്മിലുള്ള ബന്ധമാണ്. ഏറ്റവും ആദ്യത്തെ സംഖ്യയും ഏറ്റവും അവസാന സംഖ്യയും തമ്മിലുള്ള ബന്ധമാണ്. എ അംശബന്ധം ഇ ആണ് നമുക്ക് വേണ്ടത്. A:E ആണ് വേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ പെട്ടെന്നുള്ള മാർഗം ദാ ഇവിടെ കേട്ടു. ആദ്യം കിടക്കുന്ന ദാ ഈ ഒരു നിര മൊത്തത്തിൽ അങ്ങ് ഗുണിച്ചാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ സംഖ്യയുടെ ബന്ധമായിരിക്കും. ആദ്യത്തെ സംഖ്യയായിരിക്കും. അതുപോലെ അവസാനം രണ്ടാമത് കിടക്കുന്ന ഈ സംഖ്യകളെ നിരപ്പിന് താഴോട്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് അവസാന സംഖ്യ, അതായത് ഇ എന്ന സംഖ്യയുടെ ബന്ധമായിരിക്കും. ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടത് A:E മാത്രമാണ്. എങ്കിൽ ആദ്യം കിടക്കുന്ന ഈ ഒരു നിര മൊത്തത്തിൽ ഗുണിച്ചെടുത്താൽ നമുക്ക് എ കിട്ടും. രണ്ടാമത് കിടക്കുന്ന ഈ ഒരു നിര മൊത്തത്തിൽ ഗുണിച്ചെടുത്താൽ ഇ കിട്ടും. അതായത് ആദ്യം കിടക്കുന്ന എല്ലാവരും ഗുണിച്ചാൽ ആദ്യ സംഖ്യയും രണ്ടാമത് കിടക്കുന്ന അല്ലെങ്കിൽ അവസാനം കിടക്കുന്ന എല്ലാവരെയും കൂടെ ഗുണിച്ചാൽ അവസാന സംഖ്യയും കിട്ടും. ആദ്യം കിടക്കുന്ന എല്ലാവരെയും കൂടെ നിരത്തി താഴോട്ട് ഗുണിച്ചാൽ ആദ്യ സംഖ്യ, അവസാനം കിടക്കുന്ന എല്ലാവരെയും കൂടെ നിരത്തി താഴോട്ട് ഗുണിച്ചാൽ അവസാന സംഖ്യ കിട്ടും. എങ്കിൽ അങ്ങനെ ഗുണിക്കുമ്പോഴും ഇതാ നമുക്ക് നോക്കാം. 3 × 7 × 5 × 12 ആണ് എ. 3 × 7 × 5 × 12 ആണ് എ. ഞാൻ വേണേ മറ്റൊരു രീതിയിൽ എഴുതാം. 3 × 7 × 5 × 12 ആണ് എ. ശരിയാണോ? അംശബന്ധം. ഇനി ദാ ഈ കണ്ടുപിടിക്കാൻ ഇവരെ എല്ലാവരെയും കൂടെ നിരത്തി ഗുണിച്ചാൽ മതി. അതായത് 4 × 9 × 7 × 5 ആണ് നമ്മുടെ ഇ. ശരിയാണോ? ഇ. എങ്കിൽ നമ്മളിങ്ങനെ ഗുണിച്ചെടുക്കുന്നതിന് പകരം ഈ അംശബന്ധത്തിന് ഇടത്തുവശത്തും വലതുവശത്തും ഒരേപോലുള്ള ആൾക്കാരെ വെട്ടി അങ്ങ് ചെറുതാക്കി പോരായോ? ഇവരെ ഗുണിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വെട്ടിക്കളയണ്ട. ഇവരെ ഗുണിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വെട്ടാൻ നിൽക്കണ്ട. അതിലും നല്ലത് വെട്ടിക്കളഞ്ഞിട്ട് അങ്ങ് ഗുണിച്ചെടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? എന്തുവാ? അതായത് ഇത്രയും പേരെ ഗുണിക്കും, ഇത്രയും പേരെ ഗുണിക്കും, ഗുണിച്ച് താഴോട്ട് എഴുതും, എന്നിട്ട് അവിടുന്ന് വെട്ടിക്കളയാൻ നിൽക്കും. അതിലും നല്ലത് ഇവിടുന്ന് കോമൺ ആയിട്ടുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് വെട്ടിക്കള, എന്നിട്ട് ഗുണിച്ചാൽ മതി. ഇതാ നോക്കാം, രണ്ടിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സംഖ്യ 7 ഉണ്ട്. 7 അങ്ങ് വെട്ടിക്കളയാം. രണ്ടിടത്തും 7 വെട്ടിക്കളയാം. ഇനി രണ്ടിടത്തും കോമൺ ആയിട്ട് 5 ഉണ്ട്. 5 അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ ആണോ? രണ്ടിടത്തും 5 ഉണ്ട്. അടുത്തത് ഇവിടെ ഒരു 3 ഉണ്ട്. ഇവിടെ ഒരു 9 ഉണ്ട്. എന്തെങ്കിലും ഒരു ബന്ധം അറിയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ബന്ധം കാണാൻ പറ്റുന്നുണ്ടോ? 3 ഉണ്ട്, ഇപ്പുറത്ത് 9 ഉണ്ട്. 3 ഉണ്ട്, 9 ഉണ്ട്. എങ്കിൽ നോക്കിക്കോ, 3-നകത്ത് 3 ഒരു തവണ, 3-നകത്ത് 3 ഒരു തവണ, 9-നകത്ത് 3 3 തവണ. ശരിയാണോ? അതിന് രണ്ടിടത്തും 3 കോമൺ നമ്പറാ. രണ്ടിടത്തും 3 പൊതുവായ സംഖ്യ. അതാ നമ്മൾ വെട്ടിക്കളയുന്നത്. രണ്ടിടത്തും 3 ഉണ്ട്. പ്രത്യക്ഷത്തിൽ ഇവിടെ മാത്രമേ 3 കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ പരോക്ഷമായിട്ട് 9-നകത്ത് 3 ഉണ്ട്. നമ്മൾ അവിടെ വെട്ടുക. എങ്കിൽ 3-നകത്ത് 3 ഒരു തവണ, 9-നകത്ത് 3 3 തവണ. ശേഷം ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. നോക്കി, 12-ലും 4-ലും പൊതുവായിട്ട് അടങ്ങുന്ന സംഖ്യയും നമുക്കറിയാം. എങ്കിൽ വെട്ടുക. 12-നകത്ത് 4 എന്ന സംഖ്യ 3 തവണ, 4-നകത്ത് 4 എന്ന സംഖ്യ ഒരു തവണ. ശരിയാണോ? ഒരു തവണ അത് ലഭിക്കും. ശേഷം ഇനി ഒന്നുമില്ല. ഇനി വെട്ടാനുണ്ടോ? ഉണ്ട്. ഇനിയും വെട്ടാനുണ്ട്. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. 3 വെട്ടിക്കളഞ്ഞു. ഇനി ഇടതുവശത്തും വലതുവശത്തും ആരും തന്നെ ഇല്ല. നമ്മുടെ ഉത്തരം 1:1. നമ്മുടെ ശരി ഉത്തരം 1:1. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1:1. പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യേണ്ടത് 3 × 7 21, 21 × 5 105, 105 × 12 വലിയ സംഖ്യ കിട്ടും. ആ വലിയ സംഖ്യ പിന്നെ ഇപ്പുറത്ത് 9 4 36, 36 × 7 108 അങ്ങനെയൊക്കെ ചെയ്തിട്ട് വലിയ സംഖ്യ വരും. ആ വലിയ സംഖ്യയെ നിങ്ങൾ പിന്നെ വെട്ടി ചെറുതാക്കുമ്പോഴും ഇതേ സാധനം തന്നെ കിട്ടും. അതിലും നല്ലതാണ് ഞാൻ പറഞ്ഞ മാർഗം. എന്താണ്? രണ്ടിടത്തൊന്നും കോമൺ ആയിട്ടുള്ളത്. അതായത് 3 × 7 × 5 × 12. അതാണ് എ, ആദ്യ സംഖ്യ, അംശബന്ധം.
അവസാന സംഖ്യ 4 ഇൻറ്റു 9 ഇൻറ്റു 7 ഇൻറ്റു 5 ആണ് അവസാന സംഖ്യ. ഈ ആദ്യം കിടക്കുന്ന എല്ലാവരെയും കൂടെ ഗുണിച്ചാൽ ആദ്യ സംഖ്യ, അവസാനം കിടക്കുന്ന എല്ലാവരെയും കൂടെ ഗുണിച്ചാൽ അവസാന സംഖ്യ. രണ്ടിടത്തും കോമൺ ആയിട്ട് 7 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. രണ്ടിടത്തും കോമൺ ആയിട്ട് 5 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. ഇനി രണ്ടിടത്തും കോമൺ ആയിട്ട് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9-നകത്തിലുണ്ട് 3 തവണ. അടുത്തത് 12-നകത്തിൽ 4 എന്ന സംഖ്യ 3 വട്ടം, 4-നകത്തിൽ 4 1 വട്ടം. വീണ്ടും രണ്ടിടത്ത് ഒരു 3 ഉണ്ട്, വെട്ടിക്കളഞ്ഞ്. അവസാനം രണ്ടിടത്തും ഒന്നും തന്നെ ഇല്ല. ആരും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം 1:1. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 1:1. ക്ലിയർ? പറഞ്ഞത് വ്യക്തമായോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? 2004-ലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യമാണ്, ഡിഗ്രി ലെവൽ ചോദ്യങ്ങളാണ്. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? വളരെ 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 സിമ്പിളായ ചോദ്യം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മുൻപൊരു യൂട്യൂബ് ക്ലാസ്സിലും നമ്മുടെ എൻട്രി ആപ്പിലെ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വളരെ നിസ്സംശയം നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുന്ന മാർഗം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ചെയ്യാൻ നമ്മൾ കണ്ണും പൂട്ടി പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ് എന്ന് പറഞ്ഞാൽ ആകെ സംഖ്യ 40 × 6 എന്നൊക്കെ വരും. കുറെ പേര് അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? നമ്മൾ പഠിച്ചിട്ടുള്ളയാ. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? ഓരോ സംഖ്യയിൽ നിന്നും 5 കുറച്ചാൽ പുതിയ ശരാശരി എത്ര? ഓരോ സംഖ്യയോടും 5 ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര? ഓരോ സംഖ്യയും 5 കൊണ്ട് ഹരിച്ചാൽ ശരാശരി എത്ര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും അത് തന്നെ പറയുന്നു. 40 സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം 6 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാലും 5 കുറച്ചാലും 5 ഗുണിച്ചാലും 5 ഹരിച്ചാലും എന്താണോ ചെയ്യുന്നത് അതേ മാറ്റം നമ്മുടെ ശരാശരിയിലും വരും. അതേ മാറ്റം നമ്മുടെ ശരാശരിയിലും വരും. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ നമ്മുടെ ശരാശരിയും തീർച്ചയായിട്ടും 5 കൂടും. 6 + 5 നമ്മുടെ ഉത്തരം 11. നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 11. പറഞ്ഞത് മനസ്സിലായോ? സിമ്പിൾ അല്ലേ പറഞ്ഞത്? 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യമാണ്. 40 സംഖ്യകളുടെ ശരാശരി 6 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ അത് ശരാശരിയിലും പ്രതിഫലിക്കും. എങ്കിൽ ശരാശരിയും കണ്ടുപിടിക്കാൻ യഥാർത്ഥ ശരാശരി 6 ആയിരുന്നു എങ്കിൽ ഓരോ സംഖ്യയോടും 5 കൂട്ടുന്നത് ശരാശരിയോടും കൂട്ടുക. നമ്മുടെ ഉത്തരം 11, ഓപ്ഷൻ എ. ക്ലിയർ? വീണ്ടും ഇതേ മോഡലിൽ ഡിഗ്രി തല പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടി. 50 സംഖ്യകളുടെ ശരാശരി 15 ആണ്. ഓരോ സംഖ്യയോടും 2 ഗുണിച്ചാൽ ശരാശരി എത്ര? ഇത് 2015-ലെ WPC വുമൺ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം വീണ്ടും ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം പരീക്ഷയുടെ പേരാണ്. കാര്യം +2 ലെവൽ പരീക്ഷയ്ക്കും ഇത് ചോദിച്ചിരുന്നു, 10ാം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്കും ചോദിക്കും, ഡിഗ്രി തല പരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. നോക്കാം. 50 സംഖ്യകളുടെ ശരാശരി 15 ആണ്. ഓരോ സംഖ്യയോടും 2 ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര? നമുക്ക് എത്ര സംഖ്യകളുടെ ശരാശരിയാണെന്നോ ഒന്നും അറിയണ്ട. നമുക്കറിയാം പഴയ ശരാശരി 15. പഴയ ശരാശരി 15. 50 സംഖ്യകളുടെ ശരാശരി 15. ശരിയാണോ? 50 സംഖ്യകളുടെ ശരാശരി 15. ഓരോ സംഖ്യയോടും 2 ഗുണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരാശരിയിലും അതേ മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ശരാശരിയിലും അതേ ചേഞ്ച് തന്നെ ഉണ്ടാകും. എങ്കിൽ ശരാശരിയും 2 കൊണ്ട് ഗുണിച്ചാൽ 15 × 2 30. എങ്കിൽ നമ്മുടെ പുതിയ ശരാശരി ഓപ്ഷൻ ബി 30. ഓപ്ഷൻ ബി 30 ആണ് ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ? 50 സംഖ്യകളുടെ ശരാശരി 15 ആണ്. ഓരോ സംഖ്യയും 2 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരാശരിയും 2 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അതായിരിക്കും പുതിയ ശരാശരി. ക്ലിയർ? വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം: ദ ജിയോമെട്രിക് മീൻ ഓഫ് 4, 5, 20, 25 ഈസ് ഡാഷ്. ദ ജിയോമെട്രിക് മീൻ ഓഫ് 4, 5, 20, 25 ഈസ് ഡാഷ്. ശരാശരി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ ജിയോമെട്രിക് മീൻ നമ്മൾ ഇതെല്ലാം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സുകളിൽ. അപ്പം ജിയോമെട്രിക് മീൻ ഓഫ് 4, 5, 20, 25 ഈസ് ഡാഷ്. നല്ല ചോദ്യം.
2008 SIക്ക് ആംഡ് പോലീസ് ബറ്റാലിയനിൽ SIക്ക് ചോദിച്ച ചോദ്യമാണ്. ചെയ്യുന്ന മാർഗം നമ്മൾ മീൻ കണ്ടുപിടിക്കാനൊക്കെ അറിയാം, പക്ഷെ ഇവിടെ ജോമെട്രിക് മീൻ ആണ്, ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന മാർഗം. അതായത് തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം കൂടി ഒരു റൂട്ടിനകത്തിട്ടങ്ങ് ഗുണിക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം കൂടെ ഒരു റൂട്ടിനകത്തിട്ടങ്ങ് ഗുണിക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതാ നോക്കാം, 4 × 5 × 20 × 25. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം കൂടി ഒരു റൂട്ടിനകത്തിട്ടങ്ങ് ഗുണിക്കുക. 4 × 5 × 20 × 25. നമുക്ക് 4 സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആണ് വേണ്ടത് മക്കളെ. 4 സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആണ് വേണ്ടത് എങ്കിൽ ദാ ഇവിടെ ഫോർത്ത് റൂട്ട് എന്ന് കൊടുക്കുക. ഫോർത്ത് റൂട്ട് ഓഫ് 4 × 5 × 20 × 25. ഇതിനകത്തിലെ 3 സംഖ്യകളുടെ ജോമെട്രിക് മീൻ മതിയായിരുന്നെങ്കിൽ ദാ ഈ 4ന് പകരം ഇവിടെ 3 വന്നേനെ. ക്യൂബ് റൂട്ട് ഓഫ് 4 × 5 × 20. 2 സംഖ്യകളുടെ ജോമെട്രിക് മീൻ മതിയായിരുന്നെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 × 5. ഇപ്പം സംഖ്യകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ദാ ഇവിടെ സംഖ്യ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കുന്നത്. 4 സംഖ്യകളുണ്ടെങ്കിൽ ഫോർത്ത് റൂട്ട് ഓഫ് 4 സംഖ്യകളും, 3 സംഖ്യകളെ ഉള്ളെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ്, 2 സംഖ്യകളെ ഉള്ളെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ്, 5 സംഖ്യകളുണ്ടെങ്കിൽ ഫിഫ്ത്ത് റൂട്ട് ഓഫ്. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? എങ്കിൽ ഇതാ നോക്കാം, ഫോർത്ത് റൂട്ട് ഓഫ് ഇതെല്ലാം ഗുണിക്കുമ്പോൾ ദാ 4 × 5 20, 20 × 20 എന്ന് പറഞ്ഞാൽ ദാ 400 വരും. 400 × 25, 400 × 25 എന്ന് പറഞ്ഞാൽ 25 4 100 ശേഷം ദാ 2 0 10,000 എന്ന് വരും. ഫോർത്ത് റൂട്ട് ഓഫ് 10,000, 10,000ത്തിന്റെ ഫോർത്ത് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ വളരെ സിമ്പിളാ, നമുക്കറിയാം 10,000ത്തിന്റെ ഫോർത്ത് റൂട്ട് അല്ലെങ്കിൽ ഏതോ ഒരു സംഖ്യയുടെ 4ാമത്തെ കൃതി എടുക്കുമ്പോഴാണ് 10,000 വരുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ദ സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ 2ാമത്തെ കൃതിയാണ് 100 എന്നാണ്, 2ാമത്തെ പവർ ആണ് 100. ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ 3ാമത്തെ പവർ ആണ് 1000 എന്നല്ലേ എന്നാണ്. എങ്കിൽ 10,000 എന്നത് ഏതോ ഒരു സംഖ്യയെ 4 തവണ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്, ഫോർത്ത് റൂട്ട്. എങ്കിൽ ഏതാണ് സംഖ്യ? എല്ലാവർക്കും അറിയാം 10,000ത്തിന്റെ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ് ഉത്തരം. 10 ആണ് 10,000ത്തിന്റെ ഫോർത്ത് റൂട്ട് അല്ലേ? ശരിയാണ്. ഓപ്ഷൻ സി 10 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി 10 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്താണ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞ മനസ്സിലായോ? ജോമെട്രിക് മീൻ ചെയ്യുന്ന പെട്ടെന്നുള്ള മാർഗം എന്തുവാ? തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം കൂടെ ദാ വാരി ഒരു റൂട്ടിനകത്ത് ഇടുക. 4 × 5 × 20 × 25. 4 സംഖ്യകളായതുകൊണ്ട് ഫോർത്ത് റൂട്ട് എടുക്കുക. 3 സംഖ്യകളാണെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കുക. 2 സംഖ്യകളാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതാ നോക്കാം, ഇതെല്ലാം ഗുണിക്കുമ്പോൾ ഫോർത്ത് റൂട്ട് ഓഫ് 10,000 എന്ന് വരും. ഈ 10,000 എന്നത് ഏതോ ഒരു സംഖ്യയുടെ 4ാമത്തെ കൃതിയാണ്, 4ാമത്തെ കൃതി. എങ്കിൽ അത് 10ന്റെയാ. ശരിയാണോ? ദാ അത് 10ന്റെയാണ്. ശരിയല്ലേ? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 10 ആണ്. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്കാം. ചോദ്യം: സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 12 വർഷം കൊണ്ട് ഇരട്ടിയാകും. പലിശ നിരക്ക് എത്ര? നല്ല ചോദ്യമാണ്. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 12 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. പലിശ നിരക്ക് എത്ര? 2011 ലാൻഡ് റവന്യൂ ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇത് ചെയ്യുന്ന മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി കണക്കുകൾ ചെയ്ത് പരിശീലിച്ച ചോദ്യമാണ്. കാര്യം PSCയുടെ നിരന്തരമുള്ള പരീക്ഷാ പേപ്പറുകൾ, ചോദ്യ പേപ്പറുകളിൽ കണ്ടുവരുന്ന സാധനമാണിത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെയും വിട്ടുകളയാതെ ഇതൊന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യകത വളരെ വലുതാണ്. ഇതാ നോക്ക്, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 12 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു തുക ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഇരട്ടി നമ്മൾ തന്നെ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ബാക്കി 2 ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ 1 ഇരട്ടി ബാങ്കുകാർ തരും. 1 ഇരട്ടി ബാങ്കുകാർ തരാനാണ് 12 വർഷം നമ്മൾ കാത്തിരുന്നത്. 1 ഇരട്ടി ബാങ്കുകാർ നമുക്ക് തരാൻ വേണ്ടി നമ്മൾ 12 വർഷം കാത്തിരുന്നു. എങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം.
എങ്കിൽ ആ ബാങ്കിലെ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. അതായത് ഒരിരട്ടി ബാങ്കുകാർ നമുക്ക് അധികം തരാൻ, രണ്ടിരട്ടി ആയി എന്ന് പറഞ്ഞാൽ ഒരിരട്ടി നമ്മൾ തന്നെ ഇട്ടിട്ട് അതിന്റെ അത്രയും എമൗണ്ട് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ 12 വർഷം കാത്തിരിക്കേണ്ടി വന്ന് എങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരിരട്ടി, അതായത് നമുക്ക് ബാങ്കുകാർ തരുന്നത് ഒരിരട്ടി എന്ന് പറഞ്ഞാൽ 100. ഒരിരട്ടി അതായത് രണ്ടിരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 100 എടുക്കണം. 3 ഇരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 200 എടുക്കണം. 4 ഇരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 300 എടുക്കണം. 5 ഇരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 400 എടുക്കണം. കാര്യം എന്താ? അതിന് കാരണം ഇതാ, എപ്പോഴും ഒരു 100 നമ്മൾ തന്നെ ഇട്ടതാ. ബാക്കി 2 ഇരട്ടിയിലെ ഒരു 100 ബാങ്കുകാർ തരത്തുള്ളൂ. 3 ഇരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 300 ശരിയാ, പക്ഷെ അതിലെ ഒരു 100 നമ്മൾ തന്നെ ഇട്ടതാ. ബാക്കി 200 അവര് തരത്തുള്ളൂ. 5 ഇരട്ടി ആകുന്നു എന്ന് പറഞ്ഞാൽ 500 ശരിയാ, പക്ഷെ 400 ബാങ്കുകാർ തരത്തുള്ളൂ. അതുകൊണ്ട് ബാങ്കുകാർ തരുന്ന പൈസ എടുക്കുക, 100 ഡിവൈഡഡ് ബൈ. ഇനി ചോദ്യത്തിനകത്തിൽ എന്താണോ തന്നിരിക്കുന്നത് വർഷമെങ്കിൽ വർഷം കൊണ്ട് ഹരിക്കുക. ഇനി ചിലപ്പോൾ പലിശ നിരക്ക് തന്നിട്ട് എത്ര വർഷം കൊണ്ട് ഇത് ഇത്ര ഇരട്ടിയാകും എന്ന് ചോദിക്കും. എന്ന് ചോദിച്ചാലും അതുകൊണ്ടാ പറഞ്ഞത്, ദാ നമ്മുടെ ചോദ്യപേപ്പറിൽ എന്താണോ തന്നിരിക്കുന്നത് എന്തായാലും ഒരു ഇരട്ടി തരും. 2 ഇരട്ടിയെന്നോ 3 ഇരട്ടിയെന്നോ 4 ഇരട്ടിയെന്നോ എന്തെങ്കിലും തരും. ശേഷം ഒന്നുകിൽ വർഷം തരും, പലിശ നിരക്ക് കാണണം, അല്ലെങ്കിൽ പലിശ നിരക്ക് തരും, വർഷം കാണണം. രണ്ടും കണ്ടുപിടിക്കാൻ വർഷം തന്നാൽ പലിശ നിരക്ക് കാണാനും പലിശ നിരക്ക് തന്നിട്ട് വർഷം കാണാനും ദാ ആ ഇരട്ടിയെ എപ്പോഴും ചോദ്യത്തിൽ ഇനി എന്താണോ ബാക്കിയുള്ളത്, എന്താണോ മിച്ചമുള്ളത് അതുകൊണ്ട് ഹരിക്കുക. ഇവിടെ വർഷമാണ് മിച്ചമുള്ളത്. 100/12. 100/12 എന്ന് പറഞ്ഞാൽ 50/6. 50/6 എന്ന് പറഞ്ഞാൽ 25/3. ശരിയാണോ? 25/3 എന്ന് വരും. 25/3%. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. നമ്മുടെ ബി ഓപ്ഷൻ കിടപ്പുണ്ട്. 25/3%. നമ്മുടെ ശരി ഉത്തരം 25/3%. ക്ലിയർ ആയോ? ഇനി ഒരുപക്ഷെ ശതമാനം തന്നിട്ട് എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും എന്ന് പറയും. അതായത് ഒരു തുക 3 ഇരട്ടിയാകാൻ 10% നിരക്കിൽ എത്ര വർഷം വേണം എന്ന് വേണേലും ചോദിക്കും. 3 ഇരട്ടി എന്ന് പറയും. 3 ഇരട്ടി എന്ന് കേട്ടാൽ നമുക്കറിയാം 3 ഇരട്ടിയിലെ ഒരു 100 നമ്മൾ തന്നെ ഇടുന്നതാ. ബാക്കി 200 തരത്തുള്ളൂ, ബാങ്കുകാർ 200 തരത്തുള്ളൂ. 200/, എത്ര വർഷം വേണമെന്നാണ് ചോദ്യം. വർഷം കണ്ടുപിടിക്കാനും ശതമാനം കണ്ടുപിടിക്കാനും ആ ഇരട്ടിയെ കുറിക്കുന്ന സംഖ്യ ഇങ്ങെടുക്കുക. ശേഷം എന്താണോ ചോദ്യത്തിൽ മിച്ചമുള്ളത് അതിട്ട് ഹരിക്കുക. 200/10 ദാ 20 വർഷം വേണം എങ്കിൽ അവിടുത്തെ ഉത്തരം 20 വർഷം വേണം എന്നാകും. മനസ്സിലായോ? അതായത് എല്ലായ്പ്പോഴും ആ ഇരട്ടിയെ കുറിക്കുന്ന സംഖ്യ എടുക്കുക, ഡിവൈഡഡ് ബൈ വർഷം തന്നിട്ടുണ്ടെങ്കിൽ വർഷം കൊണ്ട് ഹരിക്കുക, ശതമാനം കിട്ടും. ശതമാനം തന്നിട്ടുണ്ടെങ്കിൽ ശതമാനം കൊണ്ട് ഹരിക്കുക, വർഷം കിട്ടും. ക്ലിയർ? ഓക്കെ ആണോ? വർഷം തന്നാൽ വർഷം കൊണ്ട് ഹരിച്ചാൽ ശതമാനം കിട്ടും. ഇനി ശതമാനം തന്നാൽ ശതമാനം കൊണ്ട് ഹരിച്ചാൽ വർഷം കിട്ടും. ക്ലിയർ? വ്യക്തമായി കാണും. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 410 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 410 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? ഇത് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. ഇത് മാത്രം ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2019 VEO പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ നല്ല ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ്. അധികം ആൾക്കാർക്ക് ചെയ്യാൻ അറിയാത്ത ഒരു മോഡൽ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയത്. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 410 രൂപയുമായാൽ പലിശ നിരക്ക് എത്ര? ഇത് ചെയ്യുന്ന ഷോർട്ട് കട്ട്, ഇത് ചെയ്യുന്ന പെട്ടെന്നുള്ള മാർഗം, 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും 2 വർഷത്തെ കൂട്ടുപലിശ 410 രൂപയും എങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട മാർഗം ദാ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇങ്ങെടുക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10. അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 10. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 10. 10 ഡിവൈഡഡ് ബൈ എല്ലായ്പ്പോഴും തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യ എപ്പോഴും സാധാരണ പലിശയായിരിക്കും. ചെറിയ സംഖ്യയുടെ പകുതി എടുക്കുക. ചെറിയ സംഖ്യ എടുക്കരുത്, ചെറിയ സംഖ്യയുടെ പകുതി എങ്കിൽ 400ന്റെ പകുതി 200. ദാ വ്യത്യാസം 10 10 ബൈ ചെറിയ സംഖ്യയുടെ പകുതി.
സാധാരണ പലിശയുടെ പകുതി. ഡിഫറൻസ് നമ്മൾ തന്നിരിക്കുന്ന രണ്ടിന്റെ കൂടെ ഡിഫറൻസ് എടുക്കുക 10. 10 ചെറിയ സംഖ്യയുടെ പകുതി 200 ഇൻറ്റു ശതമാനമാക്കാൻ 100. നോക്കാം, 100-നകത്ത് 100 ഒരു തവണ, 200-നകത്ത് 100 2 തവണ, 10/2 നമുക്ക് ഉത്തരം കിട്ടും 5%. നമ്മുടെ ഉത്തരം 5%. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ശരി ഉത്തരം. മറ്റൊരു മാർഗം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്തു. ഇതിന്റെ കറക്റ്റായ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത തുക 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയാണ് എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് നമുക്ക് 400 രൂപ പലിശ കിട്ടുന്നു. സാധാരണ പലിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ വർഷം എത്ര പലിശ കിട്ടുന്നോ അത് തന്നെയാണ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ. ആദ്യ വർഷം കിട്ടുന്ന പലിശ തന്നെയാണ് എല്ലാ വർഷവും കിട്ടുന്ന പലിശ. എങ്കിൽ 2 വർഷം കൊണ്ട് 400 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ വർഷം കിട്ടിയ പലിശയും തുല്യമായിരിക്കും. സാധാരണ പലിശ എല്ലാ വർഷവും ഒന്ന് തന്നെ ആയിരിക്കും. എങ്കിൽ 2 വർഷവും എത്ര വെച്ച് കിട്ടിക്കാണും പറ? അത് തന്നെ 200 വെച്ചായിരിക്കും ഓരോ വർഷവും കിട്ടിയത്. ക്ലിയർ? 2 വർഷത്തെ കൂട്ടുപലിശ 410 രൂപയാണ്. ഒരു കാര്യം കേട്ടു, ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശ എത്രയാണോ അത് തന്നെയാണ് ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശ. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശ എത്രയാണോ അത് തന്നെയാണ് ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശ. ശരിയല്ലേ? ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശയും ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശയും ഒന്ന് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വർഷം തൊട്ടാണ് കൂട്ടുപലിശ കേറി പോകുന്നത്. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പലിശയ്ക്കും പലിശ എന്നാണ്. പലിശയ്ക്കും പലിശ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു വർഷം പലിശ കിട്ടണ്ടേ? വേണം. എങ്കിൽ ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശയും 200 തന്നെ. 2 വർഷം കൊണ്ട് കൂട്ടുപലിശ 410 രൂപ കിട്ടിയെങ്കിൽ രണ്ടാമത്തെ വർഷം അയാൾക്ക് 210 രൂപയായിരിക്കും കിട്ടിയത്. ശരിയാണോ? ആദ്യത്തെ വർഷം 200 കിട്ടി, രണ്ടാമത്തെ വർഷം 210 കിട്ടി, അങ്ങനെ 2 വർഷം കൂടെ 410 കിട്ടി. എങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അയാൾക്ക് ആദ്യത്തെ വർഷം 200 കിട്ടിയത്, രണ്ടാമത്തെ വർഷം 210 കിട്ടി. എങ്കിൽ പലിശയ്ക്കും പലിശയാണ് 10 രൂപ. അതായത് ഈ പലിശയുടെ കൂടെ പലിശയാണ് കയറ്റി തന്ന 10 രൂപ, അധികമായിട്ട് നമുക്ക് തന്ന 10 രൂപ പലിശയാണ്. അതായത് ഈ പലിശയുടെ പലിശയ്ക്കും പലിശ. അതായത് എങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ ഈ പലിശയ്ക്ക് എത്ര ശതമാനം കൂടിയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അതായത് കൂടിയത് 10 രൂപയാ. അതായത് 200-ൽ 10 രൂപ കൂടി, 200-ൽ 10, ബാക്കിയുള്ള എല്ലായിടത്തും 200. അതുകൊണ്ട് താഴെ 200 അങ്ങ് എഴുതിയാൽ മതി. 200-ൽ കൂടിയത് 10 രൂപയാ, 200-ൽ കൂടിയത് 10 രൂപയാ. എങ്കിൽ അതിനെ ശതമാനമാക്കാൻ ഇൻറ്റു 100. 100-നകത്ത് 100 ഒരു തവണ, 200-നകത്ത് 2 തവണ, 10/2. നമ്മുടെ ഉത്തരം 5%. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ഓപ്ഷൻ ബി 5% നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ക്ലിയർ? ചോദ്യം: എ ഒരു ജോലി 12 ദിവസം കൊണ്ടും എയും ബിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. ഇതേ ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും അല്ലെങ്കിൽ ചെയ്യും? 2017 ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. ഒരിക്കൽ കൂടി, എ ഒറ്റയ്ക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും ചേർന്ന് ഇതേ ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ ആ ജോലി ബി ഒറ്റയ്ക്ക് പോയി ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം എടുക്കുമായിരുന്നു എന്നാണ് ചോദ്യം. നമ്മൾ വർക്ക് ആൻഡ് ടൈം, ജോലിയും സമയവും എന്ന നല്ല ക്ലാസ് പഠിച്ചപ്പം ഈ മോഡൽ എല്ലാം നമ്മൾ ചെയ്തു വന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പരിശോധിച്ചതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എങ്കിലും നമ്മൾ പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വർക്ക് ആൻഡ് ടൈമിലെ ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് തൊടാതെ പോകാൻ കഴിയത്തില്ല. ചോദ്യം ഇങ്ങനെയാണ്: എ ഒറ്റയ്ക്കൊരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇതെല്ലാം തുടക്കം തൊട്ട് ഒടുക്കം വരെയും നമ്മൾ ഒറ്റ ഫോർമാറ്റിലായിരുന്നു ചെയ്തു വന്നിരുന്നത്. നമ്മുടെ എൻട്രി ആപ്പിലെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാകും. എ ഒറ്റയ്ക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ടും ശേഷം എയും ബിയും ചേർന്ന്, അതായത് എയും ബിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. എ ഒറ്റയ്ക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എയും ബിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ശരിയാ. കാര്യം ഒരാൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ദിവസം കൂടുതൽ വേണം. എ ഒറ്റയ്ക്ക് 12 ദിവസം, എയും ബിയുടെ ചെയ്യുമ്പം 8 ദിവസം, എയും ബിയുടെ ചെയ്യുമ്പം 8 ദിവസം വേണ്ടി വരും. എങ്കിൽ ഇതേ ജോലി ബി ഒറ്റയ്ക്കാണ് പോയി ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എ ഒറ്റയ്ക്കോ ബി ഒറ്റയ്ക്കോ ഇനി എയും ബിയും ചേർന്നോ
എങ്ങനൊക്കെ തന്നാലും ജോലി ചെയ്യുന്ന ആളുകളുടെ അവർക്ക് വേണ്ട ജോലി ചെയ്യാനുള്ള സമയങ്ങൾ തന്നാൽ അതായത് എ ജോലി ചെയ്യുന്നത് 12 ദിവസം, എയും ബിയുടെ ചെയ്താൽ 8 ദിവസം, സമയങ്ങൾ തന്നാൽ എല്ലായ്പ്പോഴും ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കണം. ഇവര് രണ്ടുപേരുടെ അല്ലെങ്കിൽ ഇവിടെ ആകെ എ ചെയ്യുന്നതും ബി ചെയ്യുന്നതും എയും ബിയുടെ ചെയ്താലും ഇവിടെ ആകെ എത്ര ജോലി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് ഇവിടെ ചെയ്യുന്ന ആകെ തീർക്കാനുള്ള ജോലി എത്ര എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെന്ന് ചോദിച്ചാൽ വളരെ 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 സിമ്പിൾ. തന്നിരിക്കുന്ന സമയങ്ങളുടെ എന്തെടുത്താൽ മതി? നമ്മൾ പറഞ്ഞിട്ടുണ്ട് LCM, ലസാഗു. തന്നിരിക്കുന്ന സംഖ്യകളുടെ ലസാഗു എടുക്കാൻ എളുപ്പമാർഗം, കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക, 12. 12നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? 12നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല, ശിഷ്ടം വരും. എങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം, 12നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ LCM 12 ആണ്. പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ആ വലിയ സംഖ്യയുടെ 12ന്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എടുക്കും, തൊട്ടടുത്ത ഗുണിതം എടുക്കും. 12 ഗുണം 2 24, 12 2 24. എങ്കിൽ ആ 24നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. പറ്റും. എങ്കിൽ നമ്മുടെ LCM 24, ആകെ ജോലി 24. എ ഒറ്റയ്ക്ക് ചെയ്താലും ബി ഒറ്റയ്ക്ക് ചെയ്താലും എയും ബിയുടെ ചെയ്താലും ഇവിടുത്തെ ജോലി 24. അന്നേരം 24 എന്ന് പറഞ്ഞാൽ LCM എടുത്ത് എളുപ്പമാർഗം കൂട്ടത്തിലെ വലിയ സംഖ്യ തന്നെ നോക്കുക, ചെറിയ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന്. പറ്റിയില്ലെങ്കിൽ ആ വലിയ സംഖ്യയുടെ തൊട്ടടുത്ത ഗുണിതം നോക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ അടുത്ത ഗുണിതം നോക്കുക. ക്ലിയർ? എങ്കിൽ ആകെ 24 ജോലി. 12 24 ആവാൻ എത്ര തവണ ഗുണിക്കണം? 12 24 ആവാൻ 2 തവണ ഗുണിക്കണം. അതായത് എയുടെ കഴിവ് 2, എക്ക് ഈ ജോലി ചെയ്യാനുള്ള കഴിവ് 2. 8 24 ആവാൻ എത്ര തവണ ഗുണിക്കണം? 8 24 ആവാൻ എത്ര തവണ ഗുണിക്കണം? 3 തവണ ഗുണിക്കണം. 8 24 ആവാൻ 3 തവണ ഗുണിക്കണം. എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും കൂടെ കഴിവ് 3, എയുടെയും ബിയുടെയും കഴിവ് 3. എയുടെ മാത്രം കഴിവ് 2, എയുടെയും ബിയുടെയും കൂടെ കഴിവ് 3. ഓക്കെ. എന്ന് പറഞ്ഞാൽ എ ഒറ്റയ്ക്ക് ജോലി ചെയ്താലും ബി ഒറ്റയ്ക്ക് ജോലി ചെയ്താലും എയും ബിയുടെ ചെയ്താലും 24 ജോലി ചെയ്യണം. 24 ജോലി ചെയ്യാൻ എക്ക് 2 കഴിവുണ്ട്. എക്കും ബിക്കൂടെ കുഞ്ഞുങ്ങളെ 3 കഴിവുണ്ട്. ശരിയാണോ? എങ്കിൽ നോക്കാം, ബി ഒറ്റയ്ക്ക് ചെയ്യുന്നതും എത്ര ജോലി തന്നെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതേ ജോലി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ്. ബി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയും 24 ജോലി തന്നെ. എങ്കിൽ 24/24 ബി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ബിയുടെ മാത്രം കഴിവേ ഉള്ളൂ. ബി ഒറ്റയ്ക്ക് ചെയ്യുമ്പം ബിയുടെ മാത്രം കഴിവേ ഉള്ളൂ. എങ്കിൽ ബിയുടെ മാത്രം കഴിവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെ? എക്കും ബിക്കൂടെ മക്കളെ 3 കഴിവ്, എക്കും ബിക്കൂടെ 3 കഴിവ്. 3 കഴിവിലെ 2 കഴിവും എയുടെയാണ്. 3 കഴിവിലെ 2 കഴിവും എയുടെയാണ്. എക്കും ബിക്കൂടെ 3 കഴിവ്, 3ലെ 2 കഴിവും എയുടെയാണ്. എങ്കിൽ ബിയുടെ കഴിവ് എത്ര? 1 കഴിവ്. ബിയുടെ എഫിഷ്യൻസി 1 എഫിഷ്യൻസി. എങ്കിൽ 24 ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റ എഫിഷ്യൻസി കൊണ്ട് ചെയ്യണം. അതായത് 24/1. നമ്മുടെ ഉത്തരം 24 തന്നെ. നമ്മുടെ ശരി ഉത്തരം 24. നമ്മുടെ ശരിയായ ഉത്തരം 24. ഓപ്ഷൻ സി, ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യണമെങ്കിൽ 24 ദിവസം വേണം. ക്ലിയർ ആയോ? മനസ്സിലായി കാണും. ഒരു ചോദ്യം കൂടെ ചെയ്യാം. നോക്കൂ, അടുത്ത ചോദ്യം. എയും ബിയും ചേർന്ന് ഒരു ജോലി 4 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ടും സി ഒറ്റയ്ക്ക് 12 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നു. ഈ ജോലി എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 2017 അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ച ചോദ്യമാണ്. ഒരിക്കൽ കൂടി, എയും ബിയും ചേർന്ന് ഒരു ജോലി 4 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും സി ഒറ്റയ്ക്ക് 12 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. എങ്കിൽ ഈ ജോലി എ ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ വേണ്ട സമയം നോക്കാം. നമ്മൾ ചെയ്യുന്ന മാർഗം വീണ്ടും, എയും ബിയും ചേർന്ന ഒരു ജോലി 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതേ ജോലി ബിയും സിയും ചേർന്നാണെങ്കിൽ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സി ഒറ്റയ്ക്കാണെങ്കിൽ അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈം എപ്പോൾ ചോദിച്ചാലും ആളുകളുടെ സമയങ്ങൾ തന്നാൽ, ജോലി ചെയ്യുന്ന സമയങ്ങൾ, അത് ഒരാൾ ഒറ്റയ്ക്കോ 2 പേര് ചേർന്നോ 3 പേര് ചേർന്നോ എത്ര പേര് ചേർന്ന് തന്നാലും നമ്മൾ എന്തെടുക്കണം?
തന്നിരിക്കുന്ന സമയങ്ങളുടെ ലസാഗു LCM. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ദാ ഇവിടുത്തെ ആകെ ജോലി കിട്ടും. ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കാം. അതിന് LCM എടുക്കാൻ ഏറ്റവും വലിയ സംഖ്യ 12. 12നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും. 12നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ദാ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും. 6 കൊണ്ടും നിശേഷം ഹരിക്കാം. എങ്കിൽ 12നെ 4 കൊണ്ടും ഹരിക്കാം, 6 കൊണ്ട് ഹരിക്കാം. എങ്കിൽ നമ്മുടെ LCM 12. എന്നാൽ 4 കൊണ്ടോ 6 കൊണ്ടോ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ 12ന്റെ അടുത്ത ഗുണിതങ്ങൾ തേടി തേടി പോകേണ്ടി വന്നേനെ. ഇവിടെ ഇപ്പം 12ന് അപ്പുറത്തോട്ട് നമുക്ക് ഒരു സംഖ്യ പോലും തിരക്കി ഇറങ്ങണ്ട. 12നെ 4 കൊണ്ടും പറ്റും, 6 കൊണ്ടും പറ്റും. 4 കൊണ്ടും 6 കൊണ്ടും 12നെ ഹരിക്കാം. നമ്മുടെ LCM 12. ഇവിടുത്തെ ആകെ ജോലി 12 ജോലി. ക്ലിയർ? വീണ്ടും പഴയ സ്റ്റെപ്പ്. 4 12 ആവാൻ എത്ര തവണ ഗുണിക്കണം? 4 12 ആവാൻ 3 തവണ ഗുണിക്കണം. അടുത്തത് 6 12 ആവാൻ എത്ര തവണ ഗുണിക്കണം? 6 12 ആവാൻ 2 തവണ ഗുണിക്കണം. 12 12 ആവാൻ 1 തവണ ഗുണിക്കണം. ശരിയാണോ? എങ്കിൽ ഇതിന്റെ അർത്ഥം ആകെ 12 ജോലിയുണ്ട്. അതായത് A ഒറ്റയ്ക്ക് ചെയ്താലും B ഒറ്റയ്ക്ക് ചെയ്താലും C ഒറ്റയ്ക്ക് ചെയ്താലും 12 ജോലി. ഇനി ഈ 2 പേര് ചേർന്ന് ചെയ്താലും 3 പേര് ഒറ്റയടിക്ക് നിന്ന് ചെയ്താലും ഇവിടെ എങ്ങനായാലും 12 ജോലി ചെയ്തേ പറ്റൂ. ക്ലിയർ? 12 ജോലിയുണ്ട്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ജോലി A ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ്. അപ്പൊ A ഒറ്റയ്ക്ക് പൂർത്തിയാക്കുന്നതും എത്ര ജോലി തന്നെ? 12 ജോലി തന്നെ. A ഒറ്റയ്ക്ക് പൂർത്തിയാക്കുന്നതും 12 ജോലി തന്നെ. എങ്കിൽ 12 ജോലി ചെയ്യാൻ Aയുടെ മാത്രം കഴിവ് വേണം. Aയുടെ മാത്രം കഴിവേ ഉള്ളൂ. കാര്യം അയാൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. Aയുടെ മാത്രം കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ Aയുടെ മാത്രമായിട്ടുള്ള കഴിവ് ഇതാ ഇവിടെ എങ്ങും കിടപ്പില്ല. Aയുടെ മാത്രമായിട്ടുള്ള കഴിവില്ല. ആരുടെയെങ്കിലും ഒറ്റയ്ക്കുള്ള കഴിവുണ്ടോ? ഒരാളുടെയെങ്കിലും ഒറ്റയ്ക്കുള്ള കഴിവുണ്ടോ? ഉണ്ട് മക്കളെ. ഇതാ സിയുടെ മാത്രം കഴിവ്. ഈ വരയുടെ വശങ്ങളിൽ നമുക്ക് കിട്ടുന്നത് കഴിവുകളാ, ജോലി ചെയ്യാനുള്ള കഴിവുകളാ. എങ്കിൽ സിയുടെ മാത്രം കഴിവ് നമുക്ക് മനസ്സിലായി 1. സിയുടെ മാത്രം കഴിവ് നമുക്ക് മനസ്സിലായി 1. എങ്കിൽ സി ഇനി ജോലി ചെയ്യുന്നത് ആരോടൊപ്പമാ? ദാ ബിയും സിയും കൂടെ. അവിടെ ബിക്കും സിക്കും കൂടെ 2 കഴിവുണ്ട്. ബിക്കും സിക്കും കൂടെ 2 കഴിവുണ്ട്. അതിലെ ഒരു കഴിവ് സിയുടേതാണെങ്കിൽ ബാക്കിയുള്ള ഒരു കഴിവ് ബിയുടേതാ. ശരിയാണോ? ദാ ബിക്കും സിക്കും കൂടെ 2 കഴിവുണ്ട്. 2 കഴിവിലെ ഒരു കഴിവ് നമുക്കറിയാം സിയുടെയാ. എങ്കിൽ മിച്ചമുള്ള ഒരു കഴിവ് ബിയുടെ ആയിരിക്കും. ബിയുടെയും കഴിവ് കിട്ടിയ സ്ഥിതിക്ക് അതും കൊണ്ട് ദാ ഇപ്പുറത്ത് വാ. അവിടെ വരുമ്പം എക്കും ബിക്കും കൂടെ 3 കഴിവുണ്ട്. കണ്ടോ? എക്കും ബിക്കും കൂടെ 3 കഴിവുണ്ട്. 3 കഴിവിലെ ദാ 3 കഴിവിലെ ഒരു കഴിവ് ബിയുടെയാ. 3 കഴിവിലെ ഒരു കഴിവ്, ഒരു എഫിഷ്യൻസി ബിയുടെയാണെന്ന് നമുക്കറിയാം. എക്കും ബിക്കും കൂടെ 3 കഴിവുണ്ട്. 3 കഴിവിൽ ഒരു കഴിവേ ഉള്ളൂ ബിക്ക്. ഒരു കഴിവേ ഉള്ളൂ ബിക്ക്. എങ്കിൽ എയുടെ കഴിവ് നമുക്ക് മനസ്സിലായി 2. എക്ക് 2 എഫിഷ്യൻസി ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ. ദാ സിക്ക് ഒരു കഴിവ് മനസ്സിലായി. സിയുടെ കഴിവ് കൊണ്ട് ദാ ഇപ്പുറത്ത് വന്നാൽ ബിക്കും സിക്കും കൂടെ 2 കഴിവുണ്ട്. 2ലെ ഒരു കഴിവ് സിയുടെയാണെന്ന് അറിയാം. എങ്കിൽ മിച്ചമുള്ള ഒരു കഴിവ് ബിയുടെ ആയിരിക്കും, ബി. അപ്പൊ ബിയുടെയും കഴിവ് കിട്ടിയ സ്ഥിതിക്ക് അതും കൊണ്ട് ദാ ഇവിടെ വരുമ്പം എക്കും ബിക്കും കൂടെ അവിടെ 3 കഴിവുണ്ട്. 3 കഴിവിലെ ഒരു കഴിവേ ഉള്ളൂ ബിക്ക്. എങ്കിൽ ബാക്കി 2 കഴിവും എയുടേതായിരിക്കും. എങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യണമെങ്കിൽ 12 ജോലിയാണ് ചെയ്യാനുള്ളത്. 12 ജോലി ചെയ്യേണ്ടത് എയുടെ മാത്രം കഴിവായ 2 കഴിവ് കൊണ്ട് ചെയ്യണം. എങ്കിൽ 12/2. നമ്മുടെ ഉത്തരം 6. എങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി. അതായത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ടൈപ്പിംഗ് എറർ ആണ്, ക്ഷമിക്കുക. 6. ശരി ഉത്തരം ഓപ്ഷൻ ബി 6 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി കാണും എന്ന് തന്നെ കരുതട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്ക്. 33 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്? 2016 PSC ആദ്യമായിട്ട് വിളിച്ചുകൂട്ടിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പരീക്ഷയുടെ ചോദ്യമാണ്. 33 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. മറ്റൊരിക്കൽ 55 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്ന് ചോദിച്ചിരുന്നു. അപ്പം 33 കൊണ്ടും 55 കൊണ്ടും എങ്ങനെയാണ് ഹരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം 33 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയണമെങ്കിൽ 33ന് ആകെ 2 ഘടകങ്ങൾ. 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1 1 × 33, അത് വിട്ടേരെ. അതല്ലാതെ 33ന്റെ ഘടകങ്ങൾ 3 × 11. 3 × 11 ആണ് 33. 3 × 11 ആണ് 33 അല്ലേ? എങ്കിൽ 3 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 33 കൊണ്ടും ഹരിക്കാം. 3 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 33 കൊണ്ടും ഹരിക്കാം. എങ്കിൽ 55 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്
നമുക്കറിയാം 1 ഗുണം 55 55ആണ്, അതങ്ങ് കളയുക. ബാക്കിയുള്ളത് എന്താ? 5 × 11 55. 5 × 11 55 അല്ലേ? 5 × 11 55. എങ്കിൽ 5 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും 55 കൊണ്ടും ഹരിക്കാം. ഒരു പക്ഷേ വരാനിരിക്കുന്ന പരീക്ഷയിൽ 44 കൊണ്ടുള്ള നിശേഷ ഹരണം ചോദിച്ചേക്കാം. ചോദിച്ചാൽ നമുക്കറിയാം 44 കൊണ്ടൊരു സംഖ്യ ഹരിക്കണമെങ്കിൽ 1 ഗുണം 44 44. അതല്ലാതെ എന്തുണ്ട്? 4 ഗുണം 11 44. 4 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 44 കൊണ്ടും ഹരിക്കാം. ക്ലിയർ? എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആശയം എന്താണ്? 33 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 33 കൊണ്ട് ഹരിക്കാൻ നമുക്കറിയാം 33 കൊണ്ട് ഹരിക്കണമെങ്കിൽ ദാ 3 × 11 ആണ് 33. അതായത് 3 കൊണ്ടും 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും 33 കൊണ്ട് ഹരിക്കാം. എങ്കിൽ നമുക്ക് ആദ്യം ദാ ഇവരെല്ലാരും 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. 3ന്റെ ഗുണിതമാണോ 11ന്റെ ഗുണിതമാണോ? രണ്ടിന്റെയും ഗുണിതമായ ഒറ്റ സംഖ്യയുള്ളൂ, അതായിരിക്കും നമ്മുടെ ഉത്തരം. എങ്കിൽ 1333നെ 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ നമുക്കറിയാം അക്കങ്ങളുടെ തുക എടുക്കണം. അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ ഗുണിതമോ വരണം. അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ ഗുണിതമോ വരണം. നോക്കാം. ദാ 1ഉം 3ഉം 4, 4ഉം 3ഉം 7, 7ഉം 3ഉം 10. 10 വരുന്നു. ദാ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 ലഭിക്കുന്നു. 10 എന്ന് പറഞ്ഞാൽ 3ന്റെ ഒരു ഗുണിതമാണോ? 10 എന്ന സംഖ്യ 3ന്റെ ഗുണിതമാണോ? അല്ല. 3ന്റെ ഗുണിതമല്ലാത്ത പക്ഷം എന്തായാലും ഇയാൾ 33ന്റെ ഗുണിതമാകത്തില്ല. കാരണം 3ന്റെയും ഗുണിതമാകണം, 11ന്റെയും ഗുണിതമാകണം. രണ്ടുപേരുടെയും പൊതുവായ ഗുണിതങ്ങളാണ് 33ന്റെ ഗുണിതം. എങ്കിൽ 3ന്റെ ഗുണിതമാകാത്ത പക്ഷം തന്നെ നമുക്ക് മനസ്സിലായി 33ന്റെ ഗുണിതം എന്തായാലും അല്ല. അടുത്തത് നോക്കാം. ദാ 3 1 4, 7ഉം 4ഉം 7ഉം 4ഉം 11, 11ഉം 5ഉം 16, 11ഉം 5ഉം 16 എന്ന് വരുന്നു. ദാ അക്കങ്ങളുടെ തുക എടുത്തപ്പോൾ 16 എന്ന് വരുന്നു. 16 ഒരു 3ന്റെ ഗുണിതമാണോ? അല്ല. 16 ഒരു 3ന്റെ ഗുണിതമല്ല. 3ന്റെ ഗുണിതമല്ലെങ്കിൽ എന്തായാലും ഇയാൾ 33ന്റെയും ഗുണിതമാകില്ല. 33ന്റെയും ഗുണിതമാകില്ല. ക്ലിയർ ആണോ? ദാ അടുത്ത ആളെ നോക്കാം. 2 1 3, 3 3 6, 6 3 9. ദാ ഇവിടെ 9 എന്ന് വരുന്നു. 9 ഒരു 3ന്റെ ഗുണിതമാണ്. അന്നേരം ഇയാളെ എന്തായാലും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കാം. ഇനി അയാൾ 11ന്റെ ഗുണിതമാണോ ചെക്ക് ചെയ്യാം. 11ന്റെ ഗുണിതമാണോ ചെക്ക് ചെയ്തിട്ടങ്ങ് പോകാം. ഇതാ നോക്കാം. 2133. 11ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന മാർഗം എന്താണ്? ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കുക. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിന്റെ സം എടുക്കുക. ദാ 2ഉം 3ഉം 2ഉം 3 കൂട്ടിയാൽ 2ഉം 3 കൂട്ടിയാൽ 5. വീണ്ടും അതേപോലെ വേറൊരു ജോഡി കൂടെ ഉണ്ട്. ദാ 3 ഒന്നുകൂടെ കൂട്ടുക 4. ചെയ്ത മാർഗം എന്താ പറഞ്ഞത്? അതായത് 11ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക 2 1 3, 2 2ഉം 3ഉം 5, 2ഉം 3ഉം 5 തുക എടുത്ത് വീണ്ടും അടുത്ത ജോഡി 3 1 4, 3 1 4. അതിന്റെ വ്യത്യാസം എടുക്കുക. വ്യത്യാസം നമുക്ക് ഇവിടെ 1 കിട്ടി. ഇങ്ങനെ കിട്ടുന്ന വ്യത്യാസം ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം വരണം. ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഒരു ഗുണിതം വരണം. 0 അല്ല കിട്ടിയത്, 11ന്റെ ഗുണിതവും അല്ല. അതുകൊണ്ട് ദാ ഇയാളും 33ന്റെ ഗുണിതമാകത്തില്ല. ഇയാൾ 3ന്റെ ഗുണിതമാണ്, പക്ഷെ 11ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 33ന്റെയും ഗുണിതമല്ല. എങ്കിൽ നാലാമത്തെ ഓപ്ഷൻ പരിശോധിക്കാൻ പോലും പോകണ്ട. തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും. എങ്കിലും നമുക്ക് നോക്കാം. 2145. ഇയാള് ആദ്യം 3ന്റെ ഗുണിതമാണോ നോക്കാം. 2 1 3, 3 4 7, 7 5 7 5 12 എന്ന് വരുന്നു. ശരിയാണോ? 12. 12 എന്തായാലും നമ്മുടെ 3ന്റെ ഗുണിതമാണ്. അന്നേരം ഇയാളെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 1. 3 കൊണ്ട് മാത്രം നിശേഷം ഹരിക്കാൻ പറ്റിയാൽ പോരാ, 11 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 11 കൊണ്ടുള്ള നിശേഷ ഹരണം നോക്കുന്നത് എങ്ങനെയാ? തൊട്ടു മുമ്പൂടെ പറഞ്ഞു. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക 2ഉം 4ഉം 6. വീണ്ടും 5ഉം 1ഉം 6. വ്യത്യാസം 0 ആണോ? 6 - 6 എന്ന് പറഞ്ഞാൽ 0 വരും. അങ്ങനെ കിട്ടുന്ന വ്യത്യാസം ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഒരു ഗുണിതം കിട്ടണം. ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഒരു ഗുണിതം കിട്ടണം. ഇവിടെ കിട്ടിയത് 0. 0 കിട്ടിയാലും 11ന്റെ ഗുണിതമാ. എങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 2145. നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി 2145. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഡിഗ്രി തല പരീക്ഷയിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചോദ്യമാണ് ഈ 3 × 11, അല്ലെങ്കിൽ 33 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത്, 44 കൊണ്ട്, 55 കൊണ്ട്. ഒരു ചോദ്യം കൂടെ നോക്കാം. 99 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്?
നല്ല ചോദ്യമാണ്. 99 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. നമുക്കറിയാം 99 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ ആ സംഖ്യ 1 ഗുണം 99 99. അതല്ലാതെ ദാ 9 ഇൻറ്റു 11 99. 9 ഇൻറ്റു 11 99. അപ്പോൾ 9 കൊണ്ടും 11 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 99 കൊണ്ടും ഹരിക്കാം. 9 കൊണ്ടും ഹരിക്കാൻ കഴിയണം, 11 കൊണ്ടും ഹരിക്കാൻ കഴിയണം. 9 കൊണ്ടും 11 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 99 കൊണ്ടും ഹരിക്കാം. എങ്കിൽ ദാ നമുക്ക് നോക്കാം. 9 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന മാർഗം എല്ലാവർക്കും അറിയാം. 3 ചെയ്യുന്നത് പോലെ തന്നെയാണ്. 3 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കുന്നത് എങ്ങനെ? എല്ലാത്തിന്റെയും കൂടെ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ 3ഓ 3ന്റെ ഗുണിതങ്ങളോ കിട്ടണം. എങ്കിൽ 9 കൊണ്ടും സെയിം തന്നെയാണ്. എങ്ങനെയാ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ 9ഓ 9ന്റെ ഗുണിതങ്ങളോ കിട്ടണം. 3ഓ 3ന്റെ ഗുണിതങ്ങളോ എന്നല്ല. 9 കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ 9ഓ 9ന്റെ ഗുണിതങ്ങളോ കിട്ടണം. ഇതാ നോക്കാം. ആദ്യം 4ഉം 8ഉം 8ഉം 4ഉം 12, 12ഉം 2ഉം 14, 14ഉം 4ഉം 18. ഇതാ 18 എന്ന് വരുന്നു. 18 എന്നത് 9ന്റെ ഗുണിതമാണോ? ആണ്. 18 എന്നത് 9ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് എന്തായാലും ഇയാളെ 9 കൊണ്ട് ഹരിക്കാം. 9 കൊണ്ട് ഹരിക്കാം. പോരാ, 9 കൊണ്ട് ഹരിച്ചാൽ മാത്രം പോരാ, 11ന്റെയും ഗുണിതമാകണം. 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. എങ്ങനെ നോക്കാം? 48 0 24. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കാം. 4ന് ശേഷം ഒന്നിടവിട്ട് 0. 4ഉം 0ഉം എത്ര? 4ഉം 0ഉം 4 തന്നെ. 4ഉം 4ഉം 8. ശരിയാണോ? 4ഉം 4ഉം 8 എന്ന് വരും. 4ഉം 4ഉം 8 എന്ന് വരും. ഓക്കെ, 4ഉം 4ഉം 8. ശേഷം അടുത്തത് അടുത്തത് മൈനസ്. നോക്കാം. അടുത്തത് അടുത്ത ഒന്നിടവിട്ട ശ്രേണി 8ഉം 2ഉം 10. 8ഉം 2ഉം 10. 8ന്ന് 10 പോയാൽ -2 വരും. -2 എന്ന് പറഞ്ഞാൽ വേണ്ട, 2 എന്ന് എടുത്താൽ മതി. ഒന്നുകിൽ -2 അല്ലെ 2, എന്തുകൊണ്ടും എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഇയാള് 11ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് എന്തായാലും ഓപ്ഷൻ എ തെറ്റാണ്. 99 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് 5731. 5731 ടൈപ്പിംഗ് എറർ ആണ്. 57,321 ആണ് ശരിയായ ഓപ്ഷൻ കേട്ടോ. 57,321 ഇതാണ് ശരിയായ ഓപ്ഷൻ. നോക്കാം. അയാള് 9ന്റെയും 11ന്റെയും ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. 5ഉം 7ഉം 12, 12ഉം 3ഉം 15, 15ഉം 2ഉം 17, 17ഉം 1ഉം 18. 18 എന്നത് 9ന്റെ ഗുണിതമാണ്. 9ന്റെ ഗുണിതമാണെങ്കിൽ ഇനി അടുത്തത് 11ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് ഒന്ന് എടുത്തെഴുതുന്നു. 57,321. നോക്കാം. 11ന്റെ ഗുണിതമാകണമെങ്കിൽ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുക്കുക. 5ഉം 3ഉം 8, 8ഉം 1ഉം 9. 9 എന്ന് വരുന്നു. അടുത്ത ജോഡി 7ഉം 2ഉം 9, 7ഉം 2ഉം 9. 9ന്ന് 9 പോയാൽ 0 വരും. 9ന്ന് 9 പോയാൽ 0 വരും. 0 വന്നാൽ അല്ലെങ്കിൽ 11ന്റെ ഗുണിതം വന്നാൽ തീർച്ചയായിട്ടും 11 കൊണ്ട് നിശേഷം ഹരിക്കാം. 11 കൊണ്ട് നിശേഷം ഹരിക്കാം. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം നേരത്തെ 9 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് നമ്മൾ കണ്ടെത്തിയായിരുന്നു. ഇപ്പം 11 കൊണ്ട് ഹരിക്കാം. അതായത് ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുത്ത് അങ്ങനെ രണ്ട് ജോഡിയുടെയും തുകകളുടെ വ്യത്യാസം ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം വരണം. പറഞ്ഞ മനസ്സിലായോ? അന്നേരം അങ്ങനെ നോക്കിയപ്പം 0 കിട്ടി. 0 കിട്ടിയതുകൊണ്ട് 11ന്റെ ഗുണിതം തന്നെയാണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി 57,321. ഓപ്ഷൻ സിയും ഡിയും പരിശോധിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്തായാലും കഴിയത്തില്ല. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെ നോക്കിക്കൂ. 7 1 8, 8 5 13, 13 6 19 വരും. 19 എന്നത് 9ന്റെ ഗുണിതമാണോ? 9ന്റെ ഗുണിതമല്ല. 9ന്റെ ഗുണിതമല്ലെങ്കിൽ പിന്നെ 11ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കേണ്ട. എന്തായാലും ഓപ്ഷൻ സി ആയിരിക്കത്തില്ല. അടുത്ത 5ഉം 2ഉം 7, 7ഉം 3ഉം 10. 10 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണോ? അല്ല. അയാളും 10ഉം 9ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് എന്തായാലും 99 കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല. അന്നേരം നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 57,321 ആണ്. ഓപ്ഷൻ സി 57,321. ക്ലിയർ ആയോ? PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം 33 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ 44 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണ്, 99 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യ താഴെ തന്നിരിക്കുന്നത് ഏത് ചോദിക്കും.
അപ്പം 33, 44, 55, 66, 77, 88, 99 തുടങ്ങിയ സംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ 33 ആണെങ്കിൽ 3 × 11, 3 കൊണ്ടും പറ്റണം, 11 കൊണ്ടും പറ്റണം. 44 ആണെങ്കിൽ 4 × 11, 4 കൊണ്ടും ഹരിക്കാൻ കഴിയണം, 11 കൊണ്ട് ഹരിക്കാൻ കഴിയണം. 99 ആണെങ്കിൽ 9 × 11, 9 കൊണ്ടും ഹരിക്കാൻ കഴിയണം, 11 കൊണ്ടും ഹരിക്കാൻ കഴിയണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത് നല്ല കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. അതിൽ +2 ഡിഗ്രി തലങ്ങളിലെ ചോദ്യങ്ങളാണ് വർക്ക് ചെയ്തത്. അപ്പം ഇതിന്റെ തുടർച്ചയ ഒരു ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. മെന്റൽ എബിലിറ്റിയിലെ മുൻവർഷത്തിലെ നല്ല ചോദ്യങ്ങൾ, ഡിഗ്രി ലെവലിന് PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ, ഇനി നമുക്ക് ഇത്തവണ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരെ നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ.